മണിക്കൂർ വൈകിയെങ്കിൽ ആ ഫ്ലൈറ്റ് കിട്ടില്ല. അപ്പോൾ വിയർക്ക് പറ്റാൻ നിൽക്കാൻ ഫ്ലൈറ്റ് കാത്തുക്കൂലല്ലോ. അപ്പോൾ വെള്ളം പറഞ്ഞപ്പം നല്ല തൊണ്ടവേദനയുണ്ട്, ചുമയുമുണ്ട്. സ്വലാത്ത് എല്ലാവർക്കും അത് തീരും എന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മക്കയിൽ വളർന്നു. 40ാമത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടിയത്. 13 കൊല്ലത്തോളം മക്കയിൽ തന്നെ പ്രബോധനം തുടർന്നു. മക്കക്കാർ മക്കയിൽ ജീവിക്കാൻ വിട്ടില്ല, വിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വിട്ടില്ല. വിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോയി. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53ാമത്തെ വയസ്സിലാണ് മദീനയിൽ എത്തിച്ചേരുന്നത്. മദീനയിലാണ് പിന്നെ പ്രബോധനം ആരംഭിക്കുന്നത്. മദീനയിൽ പ്രബോധനം ആരംഭിച്ചതോടുകൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചയുടെ കാലഘട്ടം ആരംഭിക്കുകയായി. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ സേവന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മദീന തിരഞ്ഞെടുക്കുകയായി. ലോകത്തെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിത്തുടങ്ങി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരഭിപ്രായ പ്രകാരം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലലാണ് ഈ സദസ്സിന്റെ ഒരു ലാഭം തന്നെ. സദസ്സിന് എന്തെങ്കിലും അവസാനം കിട്ടിയെന്ന് ചോദിച്ചാൽ സ്വലാത്ത്. ഈ സദസ്സിൽ ആരാണ്? ദുബായിൽ ആരാണ് ഇവിടുത്തെ ഭരണാധികാരിയോട് ഏറ്റവും അടുത്ത ആൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മറുപടി പറയാൻ കഴിയും അല്ലേ? പ്രവാസികളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ശൈഖിനോട് ഏറ്റവും അടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറുപടി പറയാനും കഴിയും. എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത ആൾ ആരാണെന്നറിയുമോ? അക്തറുഹും അലയ്യ സ്വലാത ഇന്ന ഔലൻ നാസി ബിയൗമിൽ ഖിയാമഹ അക്തറുഹും അലയ്യ സ്വലാത. ഖിയാമത്ത് നാളിൽ നിൽക്കുന്നയാൾ, ഞാനുമായി ബന്ധപ്പെട്ടയാൾ, ഔലൻ നാസി ബിയൗമിൽ ഖിയാമഹ അക്തറുഹും അലയ്യ സ്വലാത, എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, നമ്മുടെ ഈ സദസ്സിൽ പുണ്യ നബിയോട് ഏറ്റവും അടുത്ത ആളാരാണ്? അല്ലാഹു അലം, നമുക്കറിയില്ല. നമ്മിൽ സ്വലാത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഈ സദസ്സ് പുണ്യ നബിയോടെടുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അതാ വിശുദ്ധമായ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. പുണ്യ നബിക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. إذا جاء نصر الله والفتح, അല്ലാഹുവിന്റെ സഹായവും വിജയവും നബിയെ വന്നാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, വിശുദ്ധമായ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്യുന്നതെന്ന് കണ്ടാൽ, യാ റസൂലല്ലാഹ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. നിങ്ങൾ അല്ലാഹുവിനെ തസ്ബീഹും ഇസ്തിഗ്ഫാറും അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണേ എന്ന് അല്ലാഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്. അതായത് വിശുദ്ധ ഇസ്ലാം വളർന്നു പന്തലിക്കാൻ തുടങ്ങിയാൽ, യാ റസൂലല്ലാഹ്, അങ്ങേ അല്ലാഹു നിയോഗിച്ച ദൗത്യം പൂർണ്ണമായി തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ അങ്ങ് ചെയ്യേണ്ടത് ആഖിറത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിനോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബികൾ പറയുകയാണ്, ഈ ആയത്തിറങ്ങിയതിന്
ആയത്തിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപുള്ളതിനേക്കാളും കൂടുതൽ അമലുകളിൽ വ്യാപൃതരായിരുന്നുവെന്ന് കാണാൻ കഴിയും. അമലെന്ന് പറഞ്ഞാൽ ദിക്റിലും തസ്ബീഹിലുമായി കഴിഞ്ഞുകൂടിയിരുന്നതായി കാണാൻ കഴിഞ്ഞിരുന്നുവത്രേ. സ്വഹാബികൾ പറയുകയാണ്, ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഏറെ ഇസ്തിഗ്ഫാറുകളിൽ റസൂലുള്ള മുഴുകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഏറെ തസ്ബീഹുകളിൽ മുഴുകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ. എന്തിനേറെ എൻ്റെ സഹോദര, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, 40 വയസ്സ് കഴിഞ്ഞാൽ ഏറെ വിചിന്തനീയമായ ഒരു കാര്യം, 40 വയസ്സു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അയാളുടെ ഏറെ സമയവും ഉഖ്റവിയായ ലോകത്തേക്ക് നീക്കി വെക്കണം എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം